തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെട്ടിട വിവാദത്തിൽ MLA VK പ്രശാന്തിനെതിരെ കോൺഗ്രസ്. MLA ഹോസ്റ്റലിൽ സൗകര്യമുള്ള മുറിയുണ്ടായിട്ടും എന്തിനാണ് വാടക കെട്ടിടമെന്ന് KS ശബരിനാഥൻ ചോദിച്ചു. എന്നാൽ കോൺഗ്രസിന്റേത് BJPക്ക് കുടപിടിക്കുന്ന നിലപാടാണെന്ന് VK പ്രശാന്ത് പറഞ്ഞു. അതേസമയം R ശ്രീലേഖയുടെ നടപടിയിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണ്. കെട്ടിടം ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ല എന്ന് മേയർ VV രാജേഷ് പ്രതികരിച്ചു. ഞാൻ ഒഴിയണമെന്ന് പറയുന്ന ആവശ്യം കൃത്യമായിട്ടുള്ള നിലപാടാണ്. ഇവിടെ 101 കൗൺസിലേഴ്സിനുള്ള സൗകര്യങ്ങൾ കോർപ്പറേഷൻ എടുക്കണം. പക്ഷേ എനിക്ക് പറയാനുള്ള അദ്ദേഹത്തിന് നല്ലൊരു ഓഫീസ് MLA ഹോസ്റ്റൽ അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴിയിൽ 31-32 റൂമിൽ 2 റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് മാറി ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ളതാണ്. ശ്രീലേഖ മാഡം അപ്പോൾ വല്ലാത്ത നിലയിൽ MLAയെ വ്യക്തിഹത്യ നടത്തി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് BJPയും കോൺഗ്രസും ഇന്നിപ്പോൾ ലക്ഷ്യമിടുന്നത്. BJPക്ക് കൊടപിടിക്കുന്നവരായി ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ്. ഇതാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിയമപരമായിട്ടുള്ള സാധ്യതകളെല്ലാം തന്നെ ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ അതിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് വ്യക്തിപരമായുള്ള കാര്യങ്ങളിലല്ല. ഞാൻ ആ വാടക കരാർ പരിശോധിച്ചതിന് ശേഷം, അതായത് ആ കരാർ കൊണ്ട് കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കരാർ, ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിന്റെ മറുപടി പറയാം. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ആര് ചെയ്തു, അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം അടക്കം വരുന്നു. പക്ഷേ ഈ കെട്ടിട മുറിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നതാണോ മേയറുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്? ഹരി, തീർച്ചയായിട്ടും അത്തരമൊരു നിലപാടിലേക്ക് കോർപ്പറേഷൻ ഇന്നലെ മുതൽക്ക് തന്നെ വന്നിട്ടില്ല. കാരണം അതൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇന്നലെ ഒരു സൗഹൃദ സന്ദർശനമാണെങ്കിൽ സൗഹൃദത്തിന്റെ പേരിലുള്ള ചില സംഭാഷണങ്ങളാണ്, അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഒതുക്കി തീർക്കാൻ വേണ്ടി ഇന്നലെ മേയർ അടക്കമുള്ളവർ ഇടപെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതിലൊരു മൂന്നാം കക്ഷി ആയിക്കൊണ്ട് കോൺഗ്രസ് കയറി വന്നപ്പോഴാണ് ആ വിഷയം കൂടുതൽ മേഖലകളിലേക്ക് മാറുന്നത്. കാരണം MLA ഹോസ്റ്റലിൽ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് VK പ്രശാന്തിന്റെ മുറിയിൽ ആര് താമസിക്കുന്നു എന്നതടക്കം പരിശോധിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് കോൺഗ്രസ് രംഗത്ത് വരികയായിരുന്നു. ആദ്യം KS ശബരിനാഥനും പിന്നീട് K മുരളീധരനും അടക്കമുള്ള ആളുകൾ ഈ വിഷയം ഉന്നയിക്കുകയാണ്. അതായത് R ശ്രീലേഖയ്ക്ക് ഒരു പരോക്ഷ പിന്തുണയുമായി കോൺഗ്രസ് രംഗത്ത് വന്നതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കിലുള്ള 31-32 മുറികൾ MLA ആയിട്ടുള്ള VK പ്രശാന്തിന് ഉണ്ടായിട്ട് പോലും അവിടെ ഓഫീസ് പ്രവർത്തിപ്പിക്കാതെ കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ തുച്ഛമായ ഒരു വാടകയ്ക്ക് എന്തുകൊണ്ടാണ് ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. പക്ഷേ അതേസമയം തന്നെ BJPയുടെ രാഷ്ട്രീയത്തിന് കുടപിടിച്ചു കൊടുക്കുകയാണ് കോൺഗ്രസ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടാണ് VK പ്രശാന്ത് രംഗത്ത് വരുന്നത്. പക്ഷെ അപ്പോഴും BJP ഇതിൽ കടുത്ത നിലപാടൊന്നും സ്വീകരിക്കുന്നില്ല. ഇതിന്റെ എല്ലാ നിയമസാധ്യതയും ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.